നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. നെക്സ്റ്റ് ഒരു ഹാൻഡ് വർക്ക്, ഫുൾ ഹാൻഡ് വർക്ക് മെറ്റീരിയൽ സ്ട്രൈപ്സ് ആണ്. എടപ്പള്ളി സ്റ്റോറിൽ റണ്ണിങ് മെറ്റീരിയൽസ് നല്ല മൂവിങ് ആണ്. ഒരുപാട് പുതിയ കളക്ഷൻസ് ഉണ്ട്. അങ്കമാലി സ്റ്റോറിലും ഒപ്പം തന്നെ ഒട്ടും പിന്നിലല്ലാതെ നമ്മളും ഒപ്പത്തിനൊപ്പം ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ പെർ മീറ്റർ വരുന്നത് 390. നല്ല ബജറ്റ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 590. നല്ല ബജറ്റ് റേഞ്ചാണ്. ഫുൾ ഹാൻഡ് വർക്ക്. ഇതൊരു ലാവൻഡർ ഷെയ്ഡായിട്ട് വരും. ഇനി ഇതിനെ കുറച്ചും കൂടെ ബ്രൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സാറ്റിൻ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളത് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളറിലോട്ടായി. ഇപ്പം എല്ലാം വെഡ്ഡിങ് സീസൺ ആണ്. അതല്ലെങ്കിൽ നമുക്ക് സൗത്ത് മൊത്തം ഇപ്പോൾ ആഘോഷിക്കുന്ന തന്നെ, സൗത്ത് എന്നല്ല ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്ന ദീപാവലി. ആ ഒരു ഇതിൻ്റെയൊക്കെ കളർ കണ്ട എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ, നല്ല ബ്രൈറ്റ് കളർ. ഒരു റൂബി റെഡ് മൾട്ടി കളർ റെയിൻബോ ഹാൻഡ് വർക്ക്. ഈ ഒരു ഒറ്റ കളറിലേക്ക് നമുക്കൊരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ കുർത്തിയായിട്ട് അടിച്ചിട്ട് കൃത്യം ഇതിങ്ങനെ ഒരു 1/2 മീറ്റർ എടുത്ത് യോക്ക് പോർഷൻ കൊടുത്തു നോക്കിയേ. യോക്ക് പോർഷനും ഇതാ ഇങ്ങനെ ഹാൻഡ് വർക്കും ഈ ഒരു രീതിയിലേക്ക്. അപ്പോഴൊക്കെ ജോർജറ്റിൻ്റെ പ്ലെയിൻ ഡാർക്ക് റൂബി റെഡ് ആ ഒരു കളറിലേക്ക് നമുക്കൊരു സാരി ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതാ ഇത് കണ്ട ജോർജറ്റിൻ്റെ മെറ്റീരിയൽ. കുറച്ച് ബ്ലൗസ് പീസിനെ ഹെവി ആക്കണമെന്നുണ്ടെങ്കിൽ എന്താ ഭംഗിന്ന് നോക്കിയേ. ഇത്ര ക്രിയേറ്റീവായിട്ട് നമുക്ക് ഇത് കണ്ട. നമുക്ക് ഇതിപ്പം ഗാദേഡായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ പ്ലീറ്റൊക്കെ ഇങ്ങനെ കിട്ടും ജോർജറ്റിൽ. ഇത് പെർ മീറ്റർ എത്ര മോളെ? 95. നല്ല ജോർജറ്റാ, കൂടിയ ടൈപ്പ് ജോർജറ്റ്. 95 റുപ്പീസിൽ അതിൻ്റെ ലൈനിങ് ഇങ്ങനെ വരുന്നു. സെയിം കളർ ലൈനിങ് ഇങ്ങനെ വരുന്നു. ജോർജറ്റ് മെയിൻ ഫാബ്രിക് ഇങ്ങനെ വരുന്നു. വർക്ക് മെറ്റീരിയൽ അപ്പം നമ്മളുടെ സെയിം കളറിലേക്ക് തന്നെ ഈ വർക്ക് മെറ്റീരിയലുകളെ യോക്കിനെ ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെൻറ്റർ പാർട്ട് ഇങ്ങനെ കൊടുക്കാം. ഒരു പാർട്ടി വെയർ ആയിട്ട് നമ്മളുടെ ഒരു ഡിസൈൻ രീതിയിലേക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കളക്ഷനാണ്. അപ്പോൾ ഒക്കെ ഇങ്ങനെയുള്ള ഓരോ ഒക്കേഷൻസ് വരുമ്പോഴേക്കും പൊന്നോളിൽ സിൽക്സിലേക്ക് പോരോ. ഇത് നോക്കിയേ, ഓഫ് വൈറ്റിലേക്ക് റണ്ണിങ് മെറ്റീരിയൽ റെയിൻബോ കട്ട് ബീഡും. ഒരു മാമോദിസ വരുമ്പോൾ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും ഇത്തരത്തിലുള്ള മെറ്റീരിയലുകൾ. ഓഫ് വൈറ്റ് ഇതാ ഗൗൺ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. ഇനി ഇതും അതുപോലെ തന്നെ ഇപ്പൊ കുട്ടിയുടെ ബേബി ഫ്രോക്ക് ഇതുപോലെ പോയി ജോർജറ്റിലേക്ക് മം ഡോട്ടർ എന്നുള്ള ഒരു ഇതിലേക്ക് പോകാം. അല്ലെങ്കിൽ ഓർഗൻസ, ഡയബിൾ ഓർഗൻസ എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യാം. സ്ലീവിനെ കുറിച്ച് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് യോക്ക് പോർഷനെ ഹൈലൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗൗണായിട്ട് സ്റ്റിച്ച് ചെയ്യാനും എന്തിനും പറ്റുന്ന ഒരു ഇതാണ്. ഇനി ഒരേ കളർ ടോണായിട്ട് ഫാമിലി മൊത്തം സെറ്റ് ചെയ്തെടുക്കുന്ന ഇതിലേക്കും ഹാൻഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പെട്ടെന്ന് ഇപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ അങ്ങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളവർക്കും പറ്റുന്ന ഓപ്ഷനാണ്. ഏറ്റവും കൂടുതൽ ഇതിന് ഓർഗൻസയൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും. അതങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു സമയത്തും ട്രെൻഡും ഔട്ട് ആവുന്നില്ല. അപ്പം അങ്ങനെ ഈ ഒരു മെറ്റീരിയൽ വരുന്നത് നല്ലൊരു മൗ കളറിലേക്ക്. ഓരോ കളറിലേക്കും ഓരോ ഡിസൈനും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് നമ്മളുടെ ഓരോ ആവശ്യങ്ങളും. വെഡ്ഡിങ് സീസൺ വരുന്നു, പിന്നെ ഇങ്ങനെ ബ്രൈഡ്സ് മെയ്ഡായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഇത് നോക്കിയാൽ ഫുള്ളി ഹാൻഡ് വർക്ക് വന്നിട്ട് സീക്വൻസ് ഹാൻഡ് വർക്കുമായിട്ട് നമ്മളിപ്പം ബ്ലൗസിൻ്റെയൊക്കെ എൻഡിലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഓരോ വർക്കുകളാണ്. ബ്ലാക്ക് ഷെയ്ഡ്. ഇതിപ്പോൾ സീത്രൂ ഒക്കെ ആയിട്ട് ചെറിയൊരു മെയിൻ പാർട്ട് ഇങ്ങനെ ലൈനിങ് ഇട്ടിട്ട് നെക്ക് ലൈനൊക്കെ കുറച്ച് നമുക്കൊരു സീത്രൂ ആക്കി കൊടുക്കുന്ന ചില ഡിസൈനിനൊക്കെ വളരെ ക്ലാസ് ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലാണ്. ഹാൻഡ് വർക്കാണ് ഫുള്ളി. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 880. വീണ്ടും നല്ലൊരു കുങ്കുമ മെറൂൺ കളറിലേക്ക്. ഇതൊക്കെ എപ്പോഴും നമുക്ക് നല്ല മൂവിങ് വരുന്ന ഒരു ഐറ്റമാണ്. ഈ ഒരു കളറൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് എൻഗേജ്മെൻറ്റിനും റിസപ്ഷനും. ഇനിയിപ്പോൾ ഒരു പേസ്റ്റൽ കളറാണെങ്കിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് നിന്ന് പിസ്ത ഗ്രീൻ ആ ഒരു കളറാണ് നോക്കുന്നതെങ്കിൽ ഹാൻഡ് വർക്ക് ആയിട്ടാണ്, ഫുള്ളി ഹാൻഡ് വർക്ക്.
design.